പൊന്നാനി നിയോജകമണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം കെ സക്കീർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ആദ്യമായി പൊന്നാനിക്കാർക്ക് മുമ്പിൽ മനസ്സ് തുറക്കുന്നു. സ്വാഗതം. തീർച്ചയായിട്ടും പൊന്നാനിക്കാരനായതുകൊണ്ട് പൊന്നാനിക്കാർ മുമ്പിൽ മനസ്സ് തുറക്കുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ജനാധിപത്യ പ്രക്രിയയിലെ വളരെ മൂല്യബോധത്തോടെയുള്ള പോരാട്ടമാണ്. അതിനകത്ത് എല്ലാവർക്കും വേണ്ടി പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഒരാൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ള പൊന്നാനിയുടെ ജനാധിപത്യ പോരാട്ടത്തിൻ്റെ സംഗ്രഹം അത് ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമിതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് ഇറങ്ങാനും തീരുമാനിച്ചിരിക്കുകയാണ്. സന്തോഷം തന്നെയാണ്. പൊന്നാനി അങ്ങനെ കാത്തിരിക്കുന്ന ഒരു പൊന്നാനിക്കാരനെ നൽകി നമുക്ക് ഇത് ഇറങ്ങാൻ തയ്യാറാണ്. ഇതിൽ PSC അംഗം, അതിനുശേഷം PSC ചെയർമാൻ, തുടർന്ന് വഖഫ് ബോർഡിൻ്റെ താൽക്കാലിക സമയത്തെ ചെയർമാൻ, അതിനുശേഷം വീണ്ടും ചെയർമാൻ പദവിയിൽ. CPM അത്ര ഇഷ്ടമാണോ, അല്ലെങ്കിൽ CPM അത്ര വിശ്വാസമാണോ താങ്കളെ? CPM എന്നുള്ളതല്ല, ഗവൺമെൻറ്റിൻ്റെ സംബന്ധിച്ചോളം, അതായത് ഇടതുപക്ഷ ഗവൺമെൻറ് എന്നത് സംബന്ധിച്ച് പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു സീനിയർ അഭിഭാഷകനായി ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ PSCയിലെ മെമ്പറായി ആദ്യം നിയോഗിക്കപ്പെടാൻ തീരുമാനിക്കപ്പെടുകയും അത് എൻ്റെ അന്നത്തെ പ്രൊഫഷണൽ ഒരു കാലഘട്ടത്തിന് അതിന് തടസ്സം ഉണ്ടാകും എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തതാണ്. അന്ന് PSC മെമ്പറായി തുടർന്നപ്പോൾ മെമ്പറായിട്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യമായി. അന്ന് PSC മെമ്പർമാരുടെ ഇടയിൽ നിന്ന് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ ചെയർമാനായ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി 6 വർഷം സ്റ്റേറ്റ് IASൻ്റെ തുല്യമായിട്ടുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസ് അടക്കം രൂപീകരിച്ചുകൊണ്ട് 2 ലക്ഷത്തിൽ പരം നിയമനത്തിൻ്റെ ശുപാർശകൾ നൽകുകയും ചെയ്യുന്നതോടുകൂടി PSCയുടെ വലിയ തോതിലുള്ള PSCക്ക് വലിയ മാറ്റം സംഭവിക്കുകയും അത് പൊതുജനങ്ങൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗവൺമെൻറ്റിനൊക്കെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറ്റത്തിന് കാരണക്കാരനായതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ഈ വഖഫ് ബോർഡ് ചെയർമാൻ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ വഖഫ് ബോർഡ് ഭേദഗതി നിയമം വരുന്ന ഒരു സമയം, അതേപോലെ മുനമ്പം പോലെ വളരെ എന്താ പറയുക, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വിഷയം മുന്നിൽ വന്നൊരു കാലം അതാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ PSC ചെയർമാൻഷിപ്പിൽ കിട്ടിയ ഈ പറഞ്ഞ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോളം വലിയൊരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കൃത്യമായി കൃത്യനിർവഹണം ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ്. ആ അംഗീകാരത്തിനെ തുടർന്ന് സ്വാഭാവികമായും ഞാൻ ഏറ്റെടുക്കേണ്ട എനിക്ക് സാധ്യമാകുന്ന മറ്റു മേഖലകൾ ഇതിലും ഉണ്ടെങ്കിൽ അത് ഞാനല്ല കണ്ടെത്തുന്നത്, സ്വാഭാവികമായും ഗവൺമെൻറ് അത് കണ്ടെത്തി അങ്ങനെ താൽക്കാലികമായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ താൽക്കാലികമായുള്ള ചുമതലയിൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന സമയത്തും ഈ മുനമ്പവും ഭേദഗതിയും എല്ലാം ഒരേ സമയത്ത് അതൊരു ഹോൾസെയിലായിട്ട് വഖഫ് സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് വന്നെത്തുകയുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അതിൻ്റെ ചുമതലക്കാരനായി, അതിൻ്റെ ചെയർമാനായി, എല്ലാ അർത്ഥത്തിലും അത് സുപ്രീം കോടതിയിൽ അതും കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്താനും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി മുമ്പാകെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഭേദഗതിയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി ഇപ്പോൾ കാണുന്ന പല ഭേദഗതികളും ഇല്ലാതാക്കിയത് പോലും നമ്മളൊക്കെ തന്നെ എഫക്റ്റീവായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ മൂലമാണ്. അതേപോലെ തന്നെ മുനമ്പം 404 ഏക്കർ ഭൂമി ഒരു പക്ഷത്ത് വഖഫ് ഭൂമി സംരക്ഷിക്കണമെന്ന നിലപാട് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരികയും ഒരേ സമയം തന്നെ കാലങ്ങളായി താമസിക്കുന്ന കച്ചവടം ചെയ്യുന്ന അവിടുത്തെ താമസക്കാരെ ഇറക്കി വിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യത്വപരമായൊരു സമീപനം മറുപക്ഷത്ത് നിൽക്കുമ്പോൾ ഈ 2 പക്ഷത്തിന് നടുവിൽ അതൊരു നിയമപരമായ ഒരു തീർപ്പ് വരെ കാത്തു നിന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു ലഹള പൊട്ടിപ്പുറപ്പെടാതെ, ഒരു അസ്വാരസ്യം ഉണ്ടാവാതെ, സാമൂഹിക
അന്തരീക്ഷത്തിന് ഒരു ബ്രേക്ക് സംഭവിക്കാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചടുലമായ നീക്കവും നിയമപരമായ നീക്കവും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായ ആ ചുമതലയും നിർവഹിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ ചാരിതാർത്ഥ്യം. ഒരുപക്ഷെ അത് ഒരു യോഗ്യതയായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല കുറ്റക്കാരൻ. ഏൽപ്പിച്ച പണി നന്നായി ചെയ്യുന്നത് അയോഗ്യതയായി കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? അത് യോഗ്യതയാണ് എല്ലാവരും കാണേണ്ടത്. താങ്കളിപ്പോ സീനിയർ അഭിഭാഷകൻ എന്ന നിലക്കായിരുന്നാലും ഇപ്പൊ PSC വഖഫ് ബോർഡ് ആ മേഖലയിലൊക്കെ ആയിരുന്നാലും അതൊക്കെ ഒരു ഒരു ലിമിറ്റഡ് ഏരിയയാണ്. ഒരു പക്ഷേ ഒരു പൊതുസമൂഹത്തിൻ്റെയൊക്കെ ഇറങ്ങി വരേണ്ടുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് താങ്കൾ എത്താണ്. പാർട്ടി അല്ലെങ്കിൽ മുന്നണി അങ്ങനെ ഒരു നിയോഗം താങ്കളെ ഏൽപ്പിക്കുകയാണ്. അത് ഏറ്റവും മനോഹരമായി ചെയ്തു തീർക്കാൻ, ഈ പറഞ്ഞ പോലെ ആ ഒരു വിശ്വാസ്യത കാക്കാൻ അല്ലെങ്കിൽ അതിലും 100% സമഗ്രമായി അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം കണ്ട്. ഞാൻ പൊന്നാനിയിൽ നിങ്ങൾക്കറിയാം, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ പൊന്നാനിയുടെ ശക്തമായ മലപ്പുറം ജില്ലയിലൊക്കെ സാന്നിധ്യമായിരുന്നു. പൊന്നാനിയുടെ അകത്ത് എൻ്റെ വിദ്യാഭ്യാസവും എല്ലാം പൊന്നാനിക്കാണ്. പൊന്നാനിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി വരെ ഉള്ള കാലഘട്ടങ്ങളിൽ പൊന്നാനിക്ക് പുറത്ത് പോയി പഠിക്കാനുള്ള എല്ലാ ജീവിത സാഹചര്യം ഉണ്ടെങ്കിലും 1ാം ക്ലാസ് മുതൽ BCom ഫെയിലിയർ വരെ പൊന്നാനിയുടെ ഒരു പക്ഷത്തു നിന്ന് പൊന്നാനിയുടെ വിദ്യാർത്ഥികളൊപ്പം നിന്ന് പഠിച്ച് മുക്കാല സർക്കാർ സ്കൂളിലും തുടർന്നുള്ള പൊന്നാനി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വലിയ വിദ്യാർത്ഥി സൗഹൃദങ്ങളും, അതുപോലെ തന്നെ വക്കീലായിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വലിയ ഈ അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ കുറേ മറ്റ് സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക ഇടപെടലിൻ്റെ ഭാഗമായി പാർട്ടി ബന്ധപ്പെട്ട സമയത്തും ഒക്കെ തന്നെ ധാരാളം ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും എന്താ വെച്ചാൽ ഈ സമൂഹം ബന്ധപ്പെട്ട് നിൽക്കുന്ന അടിത്തട്ടിൽ എന്ന് പറയുന്ന അടിത്തട്ടിൽ നിൽക്കുന്നത് ആവശ്യകതയും വികസനവുമാണ്. ഈ ആവശ്യകതയും വികസനവും നേടിയെടുക്കണമെങ്കിൽ അതിന് ഈ വലിയ രൂപത്തിൽ ഒരു പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പൊന്നാനിയിൽ ഇന്ന് നിലവിലുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ച് ക്ലിയറായിട്ടൊരു പിക്ചർ എന്നെ സംബന്ധിച്ചോളം ഉണ്ട്. അതിന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ആവണം സംബന്ധിച്ചിട്ടും മനസ്സിൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാനുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റ് എങ്ങനെ രൂപത്തിൽ നമ്മൾ നേടിയെടുക്കണം, എങ്ങനെ ബ്യൂറോക്രസിയിൽ നിന്ന് ഉത്തരവുകൾ നേടിയെടുക്കണം, എങ്ങനെ കാലവിളംബം കൂടാതെ നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ വ്യക്തമായ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള എല്ലാ കഴിഞ്ഞ കാലമുള്ള എക്സ്പീരിയൻസുകളൊക്കെ തന്നെ അതെല്ലാം പൊതുസമൂഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അടിത്തട്ട് വരെയുള്ള വികസനത്തിന് എത്തിച്ചു കൊടുക്കാൻ എന്നെ സംബന്ധിച്ചാൽ കഴിയുമെന്നതാണ് ഈ പറയുന്ന അടിത്തട്ടിലേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും വലിയ ഊർജവും ആർജവും. അപ്പോൾ അതിനകത്ത് കഴിയുമെന്നത് ബോധ്യം, അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന നിശ്ചയദാർഢ്യം, അത് തീർച്ചയായും അതുണ്ടാവുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അടിത്തട്ടിൽ തന്നെയാണ് ചെന്നെത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ പാലോളി മുഹമ്മദ് കുട്ടി, P. ശ്രീരാമകൃഷ്ണൻ, P. നന്ദകുമാർ തുടർച്ചയായി പൊന്നാനി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ആ ഒരു ഉറപ്പ് താങ്കളുടെ കാര്യത്തിലും പൊന്നാനി സാധ്യമാക്കും. തീർച്ചയായിട്ടും അവരാണ് മാതൃക. കാരണം എന്താ വെച്ചാൽ പാലോളി സഖാവ് MLA മന്ത്രി എന്ന നിലക്ക് 2 പ്രാവശ്യം പൊന്നാനി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രതിനിധീകരിച്ചിരുന്നു. ഇതിനു മുമ്പ് MPO ഉണ്ടായിട്ടുണ്ട്, K. ശ്രീധരൻ. അതുപോലെ തന്നെ പിന്നീട് വന്നാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, P. നന്ദകുമാർ. ഇങ്ങനെ തുടങ്ങിയ എല്ലാവരും വളരെ പ്രഗത്ഭരായിരുന്നു. അവരൊക്കെ തന്നെ പൊന്നാനിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു എന്നത് പൊന്നാനിക്കാർ കൊണ്ടറിഞ്ഞൊരു വസ്തുതയാണ്. കാരണം ഇന്ന് പൊന്നാനിയിൽ നമുക്കറിയാം വിദംബൃതമായ അവരൊക്കെ ചെയ്തു വെച്ചുള്ള ഓരോ പ്രവൃത്തികളും പൊന്നാനിയുടെ വലിയ അടയാളപ്പെടുത്തുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളുടെ പൊന്നാനിയുടെ പിക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊന്നാനി വലിയ തോതിൽ അതിൻ്റെ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവരെല്ലാം ചെയ്തു വെച്ചതിൻ്റെ അവരെല്ലാം മാതൃകയാക്കിക്കൊണ്ട് അവരൊക്കെ എത്ര അർത്ഥവും അധ്വാനവും അവരിതിന് ചെലവഴിച്ചു, അതിനെക്കാട്ടും അപ്പുറം അവരെ പിന്തുടർന്നുകൊണ്ട് അവരിൽ നിന്ന് മെച്ചപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ അതിനപ്പുറം പോകാനുള്ള ഒരു തീരുമാനമാണല്ലോ ഉണ്ടാവേണ്ടത്. ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഉറപ്പാണ്. അപ്പോൾ മുൻകാലങ്ങളിലെ പ്രവൃത്തി, അവർ ചെയ്ത നന്മകളും അവർ ചെയ്ത നല്ല പ്രവൃത്തികളും അത് മാതൃകയാക്കിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിനനുസൃതമായ പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ ആ പട്ടികയിൽ പുതിയ MLAയും പെടും.
അതോ ഞാനാവട്ടെ വേറെ ആളാവട്ടെ എല്ലാം നല്ലതിനാവട്ടെ. അതുകൊണ്ട് നമുക്ക് നല്ല മാതൃകകൾ സ്വീകരിക്കാം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം അത് അത്ര പോസിറ്റീവ് അല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു ആശാവഹമായ ഒരു പിക്ചർ ഇല്ല. അതിനെ മറികടക്കാൻ പറ്റും തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള വളരെ ചെറിയ ചെറിയ മാർജിനൽ വ്യത്യാസത്തിനാണ് പല പഞ്ചായത്തുകളും നഷ്ടപ്പെടുന്നതും ലഭിക്കാനൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ. എന്നിരുന്നാലും പൊന്നാനിയുടെ ആകെ തുക എടുത്തു നോക്കുമ്പോൾ പൊന്നാനിയുടെ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഒറ്റ സെഗ്മെൻറ്റാണ്. ആ ഒരു സെഗ്മെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ ഗുണം പൊന്നാനിക്കാർ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു MLA എന്ന രൂപത്തിലുള്ള സെലക്ഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇലക്ഷൻ്റെ ഒരു പാറ്റേണോ അല്ലെങ്കിൽ ആ ഒരു തീരുമാനമല്ല കാണുന്നത്. പൊന്നാനിക്കകത്തുള്ള ഒരു MLA എന്നുള്ള നിലക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും MLA നിലക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും തന്നെയാണ് പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗ്രാഫ് അല്ല ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ താങ്കളുടെ പേര് ഈ പൊന്നാനിയുടെ സ്ഥാനാർത്ഥിത്വവുമായി വന്ന ഘട്ടത്തിൽ എല്ലാ പദവിയും കൂടി ഒരാൾക്ക് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്ന നിലക്കുള്ള വാർത്ത ചില മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഓരോ കാര്യങ്ങളിലേക്കും ഓരോ പരിഗണനകൾ വരുമ്പോൾ അതിനകത്ത് മുൻകാല പരിചയങ്ങൾ എപ്പോഴും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഈ ചില മേഖലകളിൽ ശോഭിച്ച ആൾക്കാരൊക്കെ തന്നെ പരിഗണിക്കപ്പെടുമ്പോൾ അവരെത്ര പ്രാവശ്യം ഏതെല്ലാം സീറ്റിൽ ഇരുന്നു എന്നതല്ല പ്രശ്നം, എന്തെല്ലാം നന്നായി അവരെ ഭരണകാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഏൽപ്പിച്ച ചുമതല നിർവഹിക്കാൻ പറ്റി എന്നതാണ് ചോദ്യം. അതുകൊണ്ട് ആ ഇരുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു അഴിമതിയും കൂടാതെ ഏറ്റവും ശക്തമായ രൂപത്തിൽ ആ ഇരുന്ന സ്ഥാപനങ്ങളെ വളരെ കൃത്യമായി നയിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു യോഗ്യതയായാണ് യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾ കാണുന്നത്. ആ പൊതുജനങ്ങളുടെ ആ കാഴ്ചപ്പാട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ആ കാഴ്ചപ്പാടിലേക്ക് ഒരു വികലമായ രൂപത്തിൽ ഒരു ന്യൂസ് ഈ പദവികളുടെ എണ്ണം പറഞ്ഞാൽ ഒരിക്കലും അത് പൊതുജനം സ്വീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് പദവികളുടെ എണ്ണോ പദവികളുടെ മഹാത്മ്യമോ അല്ല, മറിച്ച് ആ പദവികളിൽ ഉണ്ടായിട്ടുള്ള പ്രവർത്തന മികവ്, അതിൻ്റെ ഭരണ മികവ്, അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഴിവിനെ അത് പൊന്നാനിയുടെ MLAയുടെ ഒരു ക്വാളിഫിക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒറ്റ ചോദ്യത്തിനാണ് മറുപടി നൽകേണ്ടത്. അത് ഞാൻ പൊതുജനങ്ങൾക്ക് വിട്ടുതരുന്നു. അത് യോഗ്യതയായാണ് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ പൊന്നാനിയുടെ ഒരു സമഗ്രമായ ഒരു ചിത്രം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആദ്യ പ്രിഫറൻസ്, ആദ്യ മുൻഗണന പൊന്നാനിയിൽ ആദ്യം മുൻഗണന നമ്മൾ ചെയ്യേണ്ടത് പൊന്നാനിയെ സംബന്ധിച്ചോളം ഈ ഒരു കടൽ ഭിത്തി എന്നത് ഒരു പൊന്നാനിയുടെ ഒരു വളരെ അത്യന്താപേക്ഷിത, അതൊരു അഭിലാഷമോ ചിരകാലമായ സ്വപ്നത്തിൻ്റെ ഗണത്തിൽപ്പെട്ടതല്ല, മറിച്ച് അത് പൊന്നാനിയുടെ ഭൂമിശാസ്ത്ര മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിനെ സംരക്ഷിക്കാനുള്ള കടൽ ഭിത്തിയോ അല്ലെങ്കിൽ സമാനമായ രൂപത്തിൽ കടലാക്രമണം തടയുന്ന എല്ലാ വർഷത്തിൻ്റെ കെടുതിയുടെ ചിത്രത്തിൽ പൊന്നാനിയുടെ ആൾക്കാർ സ്വന്തം വീട് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ക്യാമ്പുകളിലേക്ക് പറിച്ചു നടന്ന സങ്കടകരമായ ഒരു സീൻ നമ്മളിനി തുടർന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി അത് ആദ്യം ഇതിൻ്റെ എത്ര സംഖ്യ ഇതിനകത്ത് വകയിരുത്തിക്കൊണ്ട് ഏത് രൂപത്തിൽ അതിൻ്റെ ശാസ്ത്രീയമായി അത് പഠനം നടത്തിക്കൊണ്ട് ഈ ഭൂമിയുടെ കിടപ്പനുസരിച്ചുകൊണ്ട് കടലിൻ്റെ തിരമാലകളുടെ ശക്തി അനുസരിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഈ കഴിഞ്ഞ കാലത്തിൻ്റെ സ്വഭാവങ്ങൾ അളന്നുകൊണ്ട് ഒരുപാട് പഠനങ്ങൾക്ക് അനുസൃതമായാണ് അതൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്. അത് ആദ്യം മുൻഗണന അതിനു വേണ്ടി നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടാണ്. രണ്ടാം മുൻഗണന എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നിലവിലുള്ള ഗവൺമെൻറ്റും നിലവിലുള്ള MLAയും തുടങ്ങി വെച്ചിട്ടുള്ള കമ്മിറ്റ് ചെയ്തിട്ടുള്ള കുറേ നല്ല പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് യാതൊരു കുറവും വരുത്താത്ത രൂപത്തിൽ അതിനെവിടെയാണോ നമ്മൾ കണ്ടിന്യൂറ്റി, എവിടെയാണോ തുടർച്ച പോകേണ്ടത് വെച്ചാൽ അവിടെ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് അത് തുടർന്നുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ പൊന്നാനിയുടെ സംബന്ധിച്ചോളം പൊന്നാനിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഹൈ ലെവൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അന്തർദേശീയ തലത്തിൽ പോലും എൻറോൾ ചെയ്യപ്പെട്ട
പൊന്നാനിക്കാരുടെ എണ്ണം പതിനായിരങ്ങളാണ്. ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് എൻജിനീയേഴ്സും PhD പ്രോഗ്രാമും കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പൊന്നാനിയിലേക്ക് റീമൈഗ്രേറ്റ് ചെയ്തു വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ലോകം അശാന്തിയുടെ പർവ്വത്തിൽ നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റിവേഴ്സ് മൈഗ്രേഷനിൽ ഉൾപ്പെട്ട നമ്മളെ പൊന്നാനിയുടെ ഉദ്യോഗാർത്ഥികളെ കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് എൻ്റേതായിട്ടുള്ള പഴയ എക്സ്പീരിയൻസും PSC ഒക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അവരെ നമുക്ക് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില സെൻറ്റേഴ്സ് നമ്മൾ നിശ്ചയിക്കുകയും കേരളത്തിലെ സ്വകാര്യ മേഖല ആയിക്കോട്ടെ സർക്കാർ മേഖല ആയിക്കോട്ടെ അവരൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ രൂപത്തിലുള്ള ഒരു പദ്ധതിയും ഇതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല, തൊഴിലും ഒപ്പം നേടുമ്പോൾ മാത്രമേ ആ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ തൊഴിൽ എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അവസാനത്തെ കാലഘട്ടത്തിൽ ലഭ്യമാകുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ എൻ്റെ പഴയ കാലം നേരത്തെ പറഞ്ഞ പോലെ അനുഭവങ്ങൾ കൂടി അതിനകത്ത് കൊടുക്കാൻ കഴിയും. അതിനെ കൊടുക്കും. അങ്ങനെ തുടങ്ങുന്ന മറ്റ് പദ്ധതികൾ, പിന്നെ ഇവിടെ നമുക്കറിയാം കുറേ പാവപ്പെട്ട ജനവിഭാഗങ്ങളൊക്കെ താമസിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചോളം അവരെ ഈ എങ്ങനെയെങ്കിലും അവരുടെ ഇടയിലും തൊഴിൽ സ്ഥിതികൾ എന്തെങ്കിലും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ ജീവിത രീതികൾ പഠിക്കേണ്ടതുണ്ട്. അവരെ ആ ജീവിത ഒരു ആവാസ മേഖലയിൽ സാധ്യമാകുന്ന രൂപത്തിലുള്ള തൊഴിൽ സാധ്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. അപ്പം മൊത്തത്തിൽ നമുക്കൊക്കെ തന്നെ ഒരുമിച്ച് ഒരു തുല്യതയോടുകൂടി ജീവിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന രൂപത്തിൽ പൊന്നാനി നമ്മൾ കാണും. എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കുറേശ്ശെ നമ്മൾ അല്ലല്ലോ, നമ്മൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉറപ്പാണ് നൽകാനുള്ളത്. എതിർ സ്ഥാനാർത്ഥി KP നൗഷാദ് അലിയാണ്. ഏതാണ്ട് 2 വർഷത്തിലേറെയായിട്ട് അദ്ദേഹം പൊന്നാനി തന്നെ ഉണ്ട്. തീരദേശ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമായിട്ടുണ്ട്. പൊന്നാനിയുടെ എല്ലാ മേഖലകളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെ മറികടന്ന് വേണം ഒരു ഈ എന്താ പറയുക ഇടതുപക്ഷ ഒരു പ്ലാറ്റ്ഫോമിനെ നിലനിർത്താൻ. എതിർ സ്ഥാനാർത്ഥി ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി? എതിർ സ്ഥാനാർത്ഥി എന്നത് നമുക്കറിയാം ആരോഗ്യപരമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം നമ്മളെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് നമ്മൾ എതിർ സ്ഥാനാർത്ഥിക്ക് സംബന്ധിച്ചും അവരുടെ പ്രവർത്തന മേഖല ഒക്കെ ഏത് രൂപത്തിൽ അവർക്ക് ഓപ്ഷൻ ഉണ്ട്, മുന്നോട്ട് പോകാം. നമ്മളൊരു സംബന്ധിച്ചോളം 2 വർഷമാണെങ്കിലും 3 വർഷമാണെങ്കിലും അല്ലെങ്കിൽ 2 ദിവസം 1 മാസമാണെങ്കിലും ആ കാലഘട്ടം ഒന്നും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത്ര പ്രസക്തമല്ല. കാരണം എന്നെപ്പോലെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പൊന്നാനിയുടെ ഓരോ പ്രദേശത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഞാനാണ്, അല്ലെങ്കിൽ ഞാനൊക്കെ അവരാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന രൂപത്തിൽ ഒരുപാട് സമയം നേരത്തെ ഇറങ്ങിയിട്ടില്ല എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഒരു കുറ്റമല്ല. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഓരോരുത്തരും നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞു. ആ ഇറങ്ങിയ ആ ഒരു പന്താവിലേക്ക് ഒരു വെളിച്ചത്തിലേക്ക് ഞാനൊരു ചൂട്ടുമായി പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവർ പകർത്തിയ ആ വെളിച്ചം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വെളിച്ചത്തിൻ്റെ ഭാഗമായി ഞാൻ നിന്നാൽ മതി. അതുകൊണ്ട് നേരത്തെ ഒരു സ്ഥാനാർത്ഥി ഇറങ്ങിയത് കൊണ്ട് മുന്നേറുന്നു എന്നതൊരു ചോദ്യമോ അതൊരു ഭീഷണിയോ അല്ല. മറിച്ച് എല്ലാ തരത്തിലുള്ള പ്രവർത്തനം സജ്ജമായിരിക്കുന്ന ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഉപയോഗപ്പെടുത്തി മുന്നേറും. അതിൽ ആർക്കും ആശങ്കയില്ല, എനിക്കുമില്ല, എൻ്റെ ഇടതുപക്ഷത്തെ ആൾക്കാർക്കില്ല, പൊന്നാനിയുടെ ജനങ്ങൾക്കില്ല. പക്ഷേ ഒരു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സജ്ജമായ ഒരു UDF വളരെ സജ്ജമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ള ഒരു ചിത്രം പുറത്തുണ്ട്. കാരണം ഇപ്പോൾ നിരന്തരമായ ഇടപെടലുകൾ, ഇപ്പോൾ ഈ നിലവിലെ KP നൗഷാദ് അലിയുടെ നേതൃത്വത്തിൽ ആയിരുന്നാലും UDFൻ്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നാലും വളരെ കെട്ടുറപ്പോടെയുള്ള നിരന്തരമായ ഇടപെടലുകൾ സാധ്യമാകുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ ഇടതുപക്ഷ കോട്ട എന്ന് പറയുന്നതിനെ ഏതെങ്കിലും തരത്തിൽ ഉലക്കുമോ എന്നുള്ളതാണ്. ആ ഒരു ആശങ്ക പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ അല്ലെങ്കിൽ താങ്കൾക്ക് തന്നെയോ? ഇല്ല. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ ഏറ്റവും പ്രമുഖമായ പൊന്നാനിയുടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്നത് നിലവിലുള്ള MLA P നന്ദകുമാറാണ്. അദ്ദേഹം വളരെ നിറസാന്നിധ്യമായി പൊന്നാനിയുടെ എല്ലാ കാര്യങ്ങളും നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും പകരക്കാരനായിട്ടാണ്. സ്വാഭാവികമായും ആ MLA ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നും കൈകടത്താനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ. ഇന്ന് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നിങ്ങൾ നമുക്കിന്ന് പൊന്നാനിയിലൂടെ യാത്ര ചെയ്യാം. പൊന്നാനിയുടെ ജനങ്ങളെ നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മളൊരു വണ്ടിയെടുത്ത് നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ
പൊന്നാനിയുടെ എല്ലാ പ്രദേശങ്ങളിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസമാണ് നമ്മളെ വിശ്വാസം. അതുകൊണ്ട് നേരത്തെ സജ്ജമായി എന്നത് സംബന്ധിച്ചോളം ഓരോ പാർട്ടികളും അവരുടെ രീതികളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം മറ്റേതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ UDF LDF സജ്ജമായോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ മുന്നണി സംവിധാനങ്ങളാണ്, വ്യക്തിയല്ല. അപ്പോൾ മുന്നണി സംവിധാനങ്ങൾ സജ്ജമായി മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ വേറെ ഒന്നും അതിനകത്ത് കാണേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ വേറെ നമുക്കത് 2 വർഷം കൊണ്ട് സജ്ജമായെങ്കിൽ നമ്മൾ 2 ദിവസം കൊണ്ട് സജ്ജമാവാൻ വ്യക്തിപരമായിട്ട് എനിക്കും കഴിയും. അതുകൊണ്ട് ആ സമയദൈർഘ്യത്തെ മറികടക്കാൻ വളരെ ഈസി ആയിട്ട് കഴിയും. ഏതായാലും തെരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക്, പ്രചരണ തിരക്കുകളിലേക്ക് കടക്കാണ്. എല്ലാവിധ ആശംസകളും. താങ്ക്സ്.